താനൊരു അല്പനേരം പുറത്തു എനിക്കും. അല്ലേലും പ്രായപൂർത്തിയായ പ്രണയകലകത്തിൽ പോലീസിന് ഇടപെടാൻ നിയമസാധ്യതയില്ല. ഞാൻ പോയേക്കാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്ന് കാണാൻ. ഫോൺ ചെയ്താലും ഏട്ടൻ സംസാരിക്കാറില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? സുധേ, എനിക്കറിയാം എന്നിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന്. എന്നെ വേദനിപ്പിച്ചുകൊണ്ട് രാജേട്ടൻ എന്താ നേടുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. ആഗ്രഹിച്ച ഒരു ജീവിതം ഇനി എനിക്ക് തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ രാജേട്ട. ഈ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാനുള്ള അവകാശം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെനിക്ക് തന്നൂടെ? സുധേ, കരയിക്കാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഒന്നും നേരെയാവില്ല എന്ന തോന്നലാണ് എനിക്കിപ്പം. പിന്നെ എന്ത് കരുതിയാ ഞാൻ നിന്നോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുക? ഏട്ടൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണല്ലേ? ഒന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ രാജേട്ടനെ നഷ്ടപ്പെടില്ലെന്ന് ആശ്വസിച്ചതാ. ഇപ്പോ സുധേ, ഞാൻ പോകാൻ രാജേട്ട. എന്നാൽ ഇനി എനിക്ക് കാണണമെന്ന് തോന്നും. അപ്പൊ വരാതിരിക്കാനാവില്ല. മതി. സിഗരറ്റ് വല്ലാതെ കൂടുന്നുണ്ട്. ഈ ഒന്നുകൂടെ പ്ലീസ്. എന്തായി കാണിക്കുന്നത്? നന്ദിനി, ഒന്ന് വേഗം കൊണ്ടാ. ഞാൻ വരുന്നു. അച്ഛാ, ഇത് ചാകുവോ? ഇല്ല മോളെ. ചെറിയച്ച, ഇത് ഫാനിലിടിച്ച് വീണതാ. പാവം. ആംബുലൻസ് വിളിക്കണ ചേട്ടാ. ഒരു ജീവനാ പെടുന്നത്. കളിതമാശിപ്പഴല്ല. അയ്യോ ചേട്ടാ. ഈ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? തമാശല്ല സുധേ. നിനക്ക് ചേട്ടനെ അറിയാൻ മേലാൻ ചേട്ടാ. ഒരു ചെറിയ കാര്യം മതി പുള്ളി മൂഡ് ഓഫ് ആവാൻ. സന്തോഷിക്കാനും വലിയ കാരണമൊന്നും വേണ്ട. ഇത്രയും നല്ലൊരു ചേട്ടന് കണ്ണിച്ചോരയില്ലാത്തൊരു അനിയനുണ്ടായതെങ്ങനെ? നിന്നെ പരിചയപ്പെട്ട ശേഷമാ ഞാൻ ഇത്ര വഷളായത്. വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ഞാൻ നേരെ ചേട്ടനെ ചെന്ന് കാണും. നീയല്ല, ദൈവം തമ്പുരാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞാലും ഏട്ടൻ വിശ്വസിക്കില്ല. എന്നെ പോലൊരു പുണ്യവാളൻ ഭൂമിയിലില്ലെന്ന പുള്ളിക്കാരന്റെ ധാരണ. അതിലെ എനിക്ക് പേടി. നല്ലവനിൽ നല്ലവനെന്ന് കരുതുന്ന അനിയൻ ഒരു പെണ്ണിനെ കയറി പ്രേമിച്ചു എന്നറിയുമ്പോൾ മതി ഇവിടെ കഴിഞ്ഞെന്നും പറഞ്ഞ് നേരെ പ്ലെയിനിൽ കയറ്റും സ്റ്റേറ്റ്സിലേക്ക്. പിന്നെ വല്ല നല്ല പെൺകൊച്ചുങ്ങളെ തെരഞ്ഞുപിടിച്ച് കല്യാണം കഴിക്കാൻ പറയും. കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ ഞാനങ്ങ് കെട്ടും. എന്താടി ഇത്? കൊള്ളാം. എവിടെ ഈ കണ്ണീരൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? കണ്ണുണ്ടായതേ കരയാനാണെന്ന പെണ്ണായ വർഗത്തിന്റെ മുഴുവൻ വിചാരം. തോന്നുമ്പോ കരയാൻ കഴിയുന്ന ഈ വിദ്യ എനിക്കോടൊന്ന് പറഞ്ഞുതരോ? ഒന്ന് പോ രാജേട്ടാ. ഇനി ഞാൻ ഇങ്ങനൊരു പ്രേമത്തിൽ പെട്ടിരിക്കുന്നു നേട്ടം അറിഞ്ഞാ മതി, ഉടനെ നിന്നെ കെട്ടിയെടുത്ത് വീട്ടിലെത്തിക്കും. കെട്ടിയെടുക്കാൻ ഞാനെന്താ ഉപ്പും ചാക്കോ? മാനമര്യാദ ഈ കല്യാണം കഴിച്ചങ്ങ് കൊണ്ടുപോയാൽ മതി. അറിഞ്ഞുകൊണ്ട് ആ ആപത്തിന് ഏട്ടൻ കൂട്ടി നിൽക്കുമെന്നാ. എന്നാ വേണ്ട. ചുമ്മാ പറഞ്ഞ നമുക്ക് ഏട്ടത്തിയമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. നീ കെറിക്കേ. എന്തെങ്കിലും പറഞ്ഞ അപ്പ അങ്ങ് പിണങ്ങും അല്ലയോ? ചെല്ലേ.
ഉണ്ടാവോ? പുറപ്പെടാൻ സമയമേ ഉള്ളൂ. നീ ബെല്ലടിച്ചു നോക്ക്. ചെറിയച്ച വരണ്ട, വെറുതെ ഒരു സർപ്രൈസിന് പറഞ്ഞു തന്നാ മതി. ആ. എന്താ? വക്കീൽ സാറിനെ കാണാൻ വന്നതാ. അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ? ഒരു പ്രമാദമായ കേസ്. വീട്ടുകാരെ അറിയാതെ ഒരു പെണ്ണിനെ കൊണ്ട് ചാടി പോവാൻ ഒരാൾ പ്ലാൻ ഇട്ടിരിക്കുക. അതൊന്ന് തടയാൻ വഴിയുണ്ടോ? പ്രതിയെ പറഞ്ഞാൽ അറിയും. രാജൻ എന്ന പോലീസ് ഇൻസ്പെക്ടർ. കുക്കുവാണോ? സ്നേഹമുള്ളവർ അങ്ങനെയാ വിളിക്കുക, കുക്കുന്ന്. ചെറിയച്ച, എനിക്ക് ചെറിയമ്മ ഇഷ്ടായിട്ടോ. പട്ടി ചാർജ് ചെയ്തേക്കട്ടെ സാറേ. എന്താ കുറ്റം? പബ്ലിക് ന്യൂസൻസ് എന്ന് വെച്ചാൽ പൊതുപ്രവർത്തനം. ഇവൻ ഈ ഡാഷ് മോഹൻ ബഹുമന്ത്രി അപമാനിച്ചു. മന്ത്രി ഉദ്ഘാടനം ചെയ്ത മൂത്രപ്പേരെ ഉള്ളപ്പോ അതിനെ അവഹേളിച്ച് പൊതുവഴി മൂത്രം ഒഴിക്കുകയായിരുന്നു. ഞാൻ പിടിച്ചു. അല്ല, കേസ് അത് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പഠിച്ച വകുപ്പിൽ ഏതെങ്കിലും ഒന്ന് തട്ടാം. പുള്ളി പ്രതിപക്ഷമാ സാറേ. ഭരിക്കുന്നവരെ പ്രീതിപ്പെടുത്താൻ എനിക്ക് കിട്ടിയ സന്ദർഭമാ. കേസാക്കിയാൽ എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. വാടാ. മനുഷ്യനായ ഇത്തിരി നിലയും വിലയും വേണം. ഇൻസ്പെക്ടർ നിലവാരത്തിന് നീ പോരാ. എന്നെപ്പോലൊരു കാലി പോലീസിന്റെ വിലയുള്ള നിനക്ക്. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പോകാൻ. മോന് ഉറങ്ങിയില്ലേ? ഉറക്കം വരണില്ലെങ്കിൽ ഉറങ്ങാനുള്ള ഗുളിക വലുതും വാങ്ങി കഴിക്കാറുന്നില്ലേ? കഴിയണത് ഇവിടുത്തെ മരുന്നൊന്നും ശീലിക്കാതിരിക്കേണ്ട പേര്. എന്റെ കാര്യം അങ്ങനെ. കുത്തിവെച്ചും ഗുളിക കഴിച്ചും ആയുസിൽ മുഴുവൻ ഉറക്കം ഒറ്റയടിക്ക് ഉറങ്ങി തീർന്നു. ഇപ്പൊ ഒരുപോലെ കണ്ണടയ്ക്കാൻ വയ്യ. ഗുരുവായൂരപ്പ, കഷ്ടം. ഇവനൊക്കെ പാതിരാത്രിയായ വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ലേ? ആരാ? ടോർച്ച് മാറ്റോ? ആരാന്ന്? ഡോക്ടറല്ലേ? ഡോക്ടർ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. പറയുമ്പോഴേക്കൊക്കെ തുറക്കാൻ ഇതെന്താ വേലക്കാരുടെ കിടപ്പൂര്? ആരോടെ കളിക്കുന്നറിയോ? ഞാനേ അയച്ചിട്ട് അളിയനാ. വേണമെങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ പൊക്കും. അത്രേ ഉള്ളു. ഇത് ഭ്രാന്ത ആസ്പത്രിയാണ് സാറേ. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പല മന്ത്രിമാര് വരെ ഇവിടെ കിടപ്പുണ്ട്. സാർ ഐജിയുടെ അളിയലല്ലേ ആയിട്ടുള്ളു. അപ്പൊ ഭ്രാന്ത് തുടങ്ങിയിട്ടേ ഉള്ളു. സാരമില്ല, കുറച്ചു ദിവസം ഇവിടെ കിടന്ന വീണ്ടുമായിട്ടുള്ളവരെ ആയിക്കൊള്ളു. ഒന്ന് അടങ്ങ് തന്നെ. വേഗം വെച്ച ആളുകൾ എറിഞ്ഞാ കുഴപ്പം നമുക്കാ. ഓഹോ, അവിഹിത ഭ്രാന്താണല്ലേ? സംഗതി കൊള്ളാമല്ലോ. പക്ഷെ കാര്യമില്ല, ഇതിനകത്തുനിന്ന് കയറി പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഷെയ്പ്പാകെ അങ്ങ് മാറിപ്പോവും. ഒന്ന് വേഗം തുറക്കും, ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. അയ്യോ, ഒന്നും വേണ്ടേ. പാതിരാക്ക് വിളിച്ച നടത്തം ഇച്ചിരി മര്യാദ കാണിച്ചാ മതി. അപ്പനെ പേടിക്കാനടുത്ത ദൈവങ്ങൾ തന്നെ ധാരാളമാണ്. പിന്നെന്തിനാണ് ഇവന്റെ ഒരു ഇളക്കുമതി? ഡോക്ടർ കേൾക്കും. അങ്ങനെ കേട്ടാലെന്താ? അത് ഞാൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ വർഷങ്ങൾ പറയാല്ലേ, ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായി ഇതുവരെ. ആ ദേഷ്യമായിരിക്കും കാണുന്നവരോടൊക്കെ തീർക്കുന്നത്.
വിടാനെന്ന് സിസ്റ്റർ. യെസ് ഡോക്ടർ. ഐ ജി വിളിച്ചു പറഞ്ഞ പാർട്ടിയാണെന്ന് തോന്നുന്നു. വരാൻ പറയും. ശരി ഡോക്ടർ. ഒരു നിമിഷം. സാർ, നിങ്ങൾ എന്താണ് ചെയ്തിരുന്നതെന്ന് നാട്ടുകാരെ കൂടി അറിയിക്കണം. ആ ബട്ടൺ ഇട്ടേക്കൂ. എന്താണ് അവിടെ ചെന്ന് പറയാ? പറയേണ്ട വെട്ടാളിയും ഫോണിൽ പറഞ്ഞിരിക്കും. നമ്മൾ ആളെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. സണ്ണി ആരാ? ഞാനാ. അകത്തേക്ക് എല്ലാം പറഞ്ഞു. ശരി, അടാ. ഏതായി കുഞ്ഞി? വലിയ വീട്ടിലെ പിള്ളേരാ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രണയും നൈരാശ്യമാണത്രേ.